नखरे वाली कुटे निघाली घालत साडी लाल गुलाबी पागल करते तुझे मोरनीश चाल गुलाबी साडी लाली लाल लाल दिसते मी भारी ताजा फोटो माझा कर ഒരുമാതിരി മറ്റെടുത്ത പരിപാടി എടുക്കണം പുണ്ടച്ചി മക്കളെ Muhammad Afnan donated 40 രൂപ through Google Pay. Love from Lakshadweep. Love you too bro, love you. അടി ഇതും അങ്ങനത്തെ എന്തെങ്കിലും കാരണം അങ്ങനത്തെ ഗേൾ ആഫ്റ്റർ ദെയർ MMS ഗോട്ട് ലീക്ക്ഡ് അടി ഇവളതാ ലീക്കായി എന്ന് പറഞ്ഞ സംഭവം ഇവളാ അത് ഇന്നലെ ആരോ പറഞ്ഞു ലീക്കായി അത് ഇവളതാ അവിടെ ഉള്ളതാ ബോയ്സ് ആഫ്റ്റർ ദെയർ ഓൾഡ് ടിക്ടോക്ക് വീഡിയോ ഗോട്ട് ലീക്ക്ഡ് പോക്സ് അടാ ഇത് പോക്സ് സുഭാശ്രീ എടാ എനിക്ക് അറിയില്ല കേട്ടോ എനിക്ക് ഉറപ്പില്ല എനിക്ക് അറിയില്ല എന്താ സംഭവം എനിക്കറിയില്ല ടീച്ചറിന്റെ മകൻ ബിലാല് വന്നിട്ടുണ്ടെന്ന് പറയണം അവനെ കിട്ടാതെ ബിലാലി കാണപ്പെടുന്ന പ്രശ്നത്തിൽ ബിലാൽ ഏത് ബിലാല് ഇതേത് കൊടവയറുള്ള ബിലാല് ഇതെന്ത് സംഭവം കൊടവയറുള്ള ബിലാല് ഏതാന്ന് എടാ ഞാൻ കാര്യം പറയട്ടെ എടാ നമ്മളങ്ങോട്ടൊന്നും ഇങ്ങനെ ഇല്ലടാ നമ്മളങ്ങോട്ടൊന്നും ഇല്ല ഈ ഭാഗത്തില് ഈ ഒരു ഫസ്റ്റ് പിങ്കിന് എന്ത് ചെയ്യണം അങ്ങനെ പറഞ്ഞാൽ എന്താ ആർക്കും മനസ്സിലായില്ല അവിടെ നമ്മളെ ഈ ഭാഗത്തില് അവിടെ നിങ്ങക്ക് ശ്രദ്ധിച്ചങ്ങള് നമ്മളങ്ങോട്ടൊന്നും പോലീസുകാർക്ക് കൊടവയറുള്ള പോലീസുകാർക്ക് കുറവാടാ അത്യാവശ്യം ഫിറ്റ് ആയിട്ടുള്ള പോലീസുകാരാ മനസ്സിലാ ഈ ഭാഗത്തുള്ള പോലീസുകാരാ ശ്രദ്ധിച്ചങ്ങള് എല്ലാം കൊടവയറന്മാരാടാ അല്ല ഇത് ബിലാലാ ഏത് ബിലാല് എടുത്ത ബിലാല് ബ്രോ അവിടെ ശരിക്കും അടിച്ചത് അവിടെ ഓവർ കളിച്ചിട്ടാണ് ആ ഓവർ പുണ്ടച്ച് അതിന്റെ മൂക്കിന്റെ അടുത്ത് പോയിട്ടാണ് അതിനെ കളിപ്പിക്കല് അവിടെ ഓവർ കളിച്ച അത് കിട്ടണ്ടായിരുന്നടാ അവിടെ കാര്യം പറയാനാ आज पका बादाम संग चलेगा दारू सुंदर कुड़ियों को हक से मैं डालू मेरी बंदी से बेटे तू ध्यान दे हटा वरना तेरे जैसे लौंडों को फेंक के मैं मारू साथ में आए हैं बादाम वाले का ഏതാണിതല്ലോ ഇത് ഹസ്ബുല്ലാന്റെ വേറെ വേർഷൻ പോലെ ഉണ്ടല്ലേ ഹസ്ബുല്ലാനെ പോലെ ഉണ്ട് കാണും പക്ഷെ ഹസ്ബുല്ല അല്ലാണോ അത് ഹസ്ബുല്ലാന്റെ വേറെ വേർഷൻ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടോ ഉണ്ട് ആരാ ഉണ്ടെന്ന് റോക്കി എന്നാ ഒന്ന് പറഞ്ഞ എന്താണ് ബിഗ് ബോസ് ഗെയിം നിങ്ങൾക്ക് ഇതെല്ലാം എന്ത് എഡ്യൂക്കേഷൻ ആണ് കിട്ടിയത് അല്ലെങ്കിൽ എന്ത് എന്റർടൈൻമെന്റ് ആണ് കിട്ടിയത് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത് നിങ്ങൾ എന്താണ് റോക്കിയുടെ ഭാഗത്തു നിന്ന് അല്ല കുറച്ച് എന്തുവാ കുറച്ച് കൺഫ്യൂഷനായി ശരിയല്ല അവിടെ ഇരിക്കും മ്യൂസിക് കുള്ളിയാണ് ഇവിടെ കൊണ്ടന്ന് ഇടുന്നത് നിങ്ങള് അടുത്ത RCB പൊട്ടിയത് ആടാ പോടാ ഇല്ല ഉലകിതിലാരോടും തോൽക്കാവീരൻ കരളിതിലമ്മയ്ക്കായി തേങ്ങും പൈതൽ മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ മറഞ്ഞോ കരയാൻ കണ്ണീരില്ല കണ്ണീരപ്പാനാരും പോരണ്ട എരിയും മൂന്നാം കണ്ടിൽ കോപം കൊല്ലും സംഹാരമൂർത്തി മരണം പടിവാതിൽ നടന്നിടാൻ മടിക്കും ഓമേ നടരമികം വരുന്ന ദിനം സ്വപ്നം കാണും എല്ലും വിനതേ എല്ലും വിനതേ കണ്ണൻ കണി നാടൻ കൊലമറിയും വിനതേ എല്ലും
അടിപൊളിയായിട്ട് നൈസ്. എന്താ പേരെന്തേനും കാണുമ്പത്തിന് 4 വട്ടം നാണം കൊണ്ട് വരച്ചവട്ടം കാലം കൊണ്ട് മായ്ച്ചു വെച്ച കാലമില്ല നയിച്ചമട്ടം കാണുമ്പത്തിന് 4 വട്ടം നാണം കൊണ്ട് കാലം കൊണ്ട് മായ്ച്ചു വെച്ച. അടാ നിങ്ങൾ ഞാനിവിടെ എന്ത് പ്ലേയുമ്പോ വന്നിട്ട് ഓട്ടോട്യൂൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അടാ ഇതുള്ളത് മാത്രം പറയോ. ഓക്കെ ഇതൊന്നും ഓട്ടോട്യൂൺ അല്ലടാ. അടാ പോടാ. കടമായിണ്ട് തോനായിണ്ട് ചേലായിണ്ട് കാലുമ പാടായിണ്ട് ഞാനായിണ്ട് നാലാണിണ്ട് കാണാനിണ്ട് ഓനുമൊത്തിരി മാറിണ്ട് കുറേയായി വരുന്നു കണ്ണക്കിന്റെ കായ് വരുന്നു ചൊല്ലിട്ട് നാടി വരുന്നു ചൊല്ലിട്ട് വായിലിരുന്ന് കുറേയായി വരുന്നു കണക്കിന് കായ് വരുന്നു ചമഞ്ഞിട്ട് നാടി വരുന്നു ചൊല്ലിട്ട് വായ വരുന്നു. എടാ ഓട്ടോട്യൂടാ. തൊപ്പി വേഴ്സസ് MC ഗ്യാങ് വാർ പച്ചക്കുതിര. ഇതിന്റെ ഫുൾ വീഡിയോ വേണോന്നാ? എന്താ സംഭവം? എന്താ ഇത് പോയാ ക്യാമറ പോയാ വലിയ മറ്റേ ഈ മുട്ട പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതാരാണ്? അല്ല ഇത് നിങ്ങളെ ഗ്യാങ്ങിലുള്ളതാ? ഹലോ ഹായ്, ഇതാരാ? പിങ്കിന്റെ പേരെന്താ? അത് 2 ഗേൾസാ. ഗൺ പോയിന്റ് 2. അടി ഇവരെ റിവെഞ്ച് എടുത്താ. ഇതെല്ലാം പണ്ട് കളിച്ചത് ഞാൻ മറന്നുപോയി. MC ഇവരെല്ലാം ഇപ്പൊ ഉണ്ടോ? കൂടുതൽ ഇങ്ങോട്ടൊന്നും ഉണ്ടാക്കില്ല കേട്ടില്ല. ഗൺ പോയിന്റ് എന്ന് പറഞ്ഞ വണ്ടി എടുത്ത് നീ ഗൺ പോയിന്റ് അല്ലേ? അടി ഇവരാ ഗ്യാങ്. അടി ഇവരാന്ന് അവിടെ ഞാൻ വണ്ടി നല്ല അടിച്ചിട്ടല്ലേ പണ്ട് GTA. എന്റെ മോനെ വണ്ടി പോന്നു റണ്ണിങ് വെഹിക്കിൾ എല്ലാം അടിച്ചിട്ടല്ലേ. മോനെ രശ്മി ആർ നായർ ഇൻസ്റ്റ. എന്താ രശ്മി ആർ നായർ? അയ്യോ വാട്സ്ആപ്പ് സ്നൈപ്പർ കിങ് നോ. ഓക്കെ അടാ അത് ശരിക്കും വർക്കിംഗ് ആ? ഒന്ന് നോക്കണം കേട്ടോ. അടാ അങ്ങനെ വർക്കിംഗ് ആ സാധനം പൊട്ടിക്കാൻ പറ്റുമോ? പൊട്ടിക്കാൻ പറ്റുമെന്ന് മുത്തേ സെറ്റാണ്. അടാ ഇത് PUBG ക്ലിപ്സ് ചെയ്യാൻ നോക്കുന്നത്. ഇത് ട്രോൾസ് അവിടെ. PUBG ക്ലിപ്സ് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഓക്കെ ലാസ്റ്റ് നോക്കാം. മൊത്തം മുഹമ്മദ് ഡൊനേറ്റഡ് 49 രൂപ ത്രൂ ഗൂഗിൾ പേ. നീ 30 കിലെടുത്താൽ ഞാൻ 50 പേർക്ക് ഫുഡ് ഡൊണേഷൻ ചെയ്യും. ഓക്കെ സുഹൈൽ MV മുഹമ്മദ്. ഓക്കെ 30 കിലോ എടുത്താ ഒരു 50 ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്ന പറയുന്നത്. ഓക്കെ അത് നോക്കാം. എന്നാ ഇന്ന് ഞാൻ ഓരോ പേര് നോക്കി വെച്ചോ. എടാ ചാലഞ്ച് ആണ്. ചീറ്റിംഗ് ഇല്ല. ഞാൻ 30 കിലോ എടുത്താൽ എന്തായാലും ഓക്കെ 50 ആൾക്ക് ഫുഡ് കൊടുക്കാനല്ലേ 50 ആൾക്ക് ഫുഡ് കിട്ടുമല്ലോ. ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ട് അടിക്കോടാ 30 കിലോ. ഓക്കെ ഇന്ന് ഞാൻ 30 അടിക്കോളാം. മൊത്തം ഇയാളെ കണ്ടിട്ടാണ്. ഇയാളെ ഒന്നുകൂടി കൊണ്ടുവരണല്ലേ. ഇയാളുടെ അടുത്തടിയോ ഉണ്ട്. ഇയാളെ കൊണ്ടുവരാൻ കേട്ടാ. ചങ്ങായി വെറും തഗ്ഗടാ. അടാ അന്ന് ലൈവ് കഴിഞ്ഞിട്ട് ഫുൾ സീനായിരുന്നു. അതിൽ അന്ന് IR കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഒന്നിച്ചിരുന്ന് പാട്ടെല്ലാം പാടി. ഞാനും അച്ചായാലും ആ ചങ്ങായി ഫുള്ള് തഗ്ഗോട് തഗ്ഗേനും കാര്യം. അടാ ഏത് റാപ്പിനല്ലേ ഞാന് കാര്യം പറയാലോ മുത്തേ.
എന്റെ സാമാനത്തിലുള്ള എന്തോ സാധനം കയറി, എന്റെ സാമാനത്തിലുള്ള എന്തോ സാധനം കയറി. എടാ കുണ്ടം വണ്ട്, എടാ ഇതാണ് കുണ്ടം വണ്ട്, കുണ്ടം വണ്ട്. എടാ സീനാമത്തെ ആ വണ്ട് കാര്യം പറയാലോ. തന്റെ വീട്ടില് ഇടക്കിടക്ക് അങ്ങനെയാണ്. ഞാൻ വീട്ടിൽ നിൽക്കുന്ന ടൈം ഫുള്ള് ഇടക്കിടക്ക് ഇങ്ങനെ പ്രാണി, പഴുതാര, പാറ്റ, പല്ല് എല്ലാം ഉണ്ട് എൻ്റെ റൂമിൽ. എൻ്റെ റൂമിൽ ഇല്ലാത്ത ജീവികളില്ല, കാര്യം പറയാം. പക്ഷെ ഇതെന്താ ബാക്കി ഇടാത്ത? ഞാൻ വണ്ടിനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ വണ്ടിനെ കൊന്നിട്ടൊന്നുമില്ല. ഞാൻ വണ്ടിനെ നല്ല സ്ഥലത്ത് തന്നെ പാർപ്പിച്ച് വണ്ടിനെ ആടെ ഒരു ഇത് കൊടുക്കുകയത്, സ്ഥലം താമസിക്കാൻ ഒരു സ്ഥലം കൊടുക്കുകയത്. അതൊന്നും ആരും കാണൂല. ഞാൻ ആ വണ്ടിനെ സേഫായിട്ട് സ്ഥലം കൊടുത്തിന്, അതൊന്നും ആരും കാണൂല, കാര്യം പറയാം. There is no better feeling than love. അതൊന്നല്ല മുത്തേ, 30 kills അടിച്ച ഒരു ഫീല് കിട്ടാണ്ട് മുത്തേ. അതാണ് മുത്തേ ശരിയായ ഫീൽ. ആജ്മ ആജു ഡൊണേറ്റ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ഞാനാണ് വണ്ട്. വണ്ടതാ പുണ്ടച്ചി മോന്. ഹായ് ചങ്ങായിമാരെ, എന്തെല്ലാം വിശേഷം? കുറെ ആൾക്കാർ എനിക്കിട്ട് കമന്റ് ചെയ്യുന്നത് എന്താ വെച്ചാല് കുറെ തോന്നിയാത്തത്. അപ്പൊ മക്കളെ തോന്നിയാത്തം വരെ അറിയിക്കും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എന്താ വെച്ചാൽ നമ്മളൊരു കുടുംബത്തിൽപ്പെട്ട നിങ്ങൾ തോന്നിയാത്തം പറയുന്നുണ്ടാവും. ആ തോന്നിയാത്തം കണ്ടിട്ട് ഞാൻ പഠിക്കൂല. തൊപ്പിനെ പറ്റിട്ട് ഞാൻ പറയേണ്ടത് പറയും. അത് ഏത് വാപ്പാന്റെ മുഖത്ത് പിന്നെ എന്താ കാര്യം ചോദിച്ചാല് തൊപ്പിക്ക് ഒരുത്തനെ തോന്നിയാസം പറഞ്ഞിട്ട് ഇടാനുള്ളതല്ല ഈ വീഡിയോസുകൾ. എന്താ വെച്ചാൽ അവനവന്റെ കഴിവുകൾ അവനവൻ തെളിയിക്കുന്നതാണ്. പിന്നെ ഒറ്റ പാട്ട് പാടി അത് ഓനക്ക് വേണ്ടിട്ട് പാടി ഇങ്ങനെ സംസാരിക്കുന്നത് അവന് റീച്ചാവാൻ പാടി. അതിന് ഓൻ തള്ളിക്കളയാൻ ഓനെ കുറെ ആൾക്കാർ അംഗീകരിക്കുന്നില്ലേ? ഓന് തള്ളിക്കളയേണ്ട ഒരു ആവശ്യമില്ല. ഉസ്താമാരെ മുഖത്ത് നോക്കിട്ട് ഓന് ഇവനെ ഞാനുമായിട്ട് എന്താ ഇവന് ബന്ധം കാട്ടി ഉസ്താമാരെ മേത്ത് നോക്കിയിട്ട് ഭക്ഷണം വരെ ഇതിന്റെ ഉള്ളിൽ കാട്ടത്. അതൊന്നുമല്ല. ഓനക്ക് എന്തും ചെയ്യാം. ഓന് ഇവിടുത്തെ പഠിച്ചോനല്ലേ. ഓനെ പഠിച്ചോൻ ഓൻ വലിയ ആളാന്നുള്ള ഇവിടുത്തെ ഭാവം എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഏത് പോലെ അടിക്കുന്ന അടിക്കാൻ എന്താ അടിയാ പുണ്ടച്ചി മോനെ? നീ എന്തടിക്കുന്ന? ഇത് ഏതാണ് ഇത് ഏതൊക്കെ അടിക്കുന്ന? അത് തൊപ്പിനെ വാപ്പ എന്നാണ് എനിക്ക് പ്രശ്നമില്ല. പിന്നെ വാപ്പ വന്നാലും പ്രശ്നമല്ലതാ. ഏതാടി കുണ്ണ? ഏതാടി ഇവൻ? നീ മുമ്പ് ഊക്കിയിട്ടാ? ഓ ഞാൻ പണ്ട് ഊക്കി വിട്ടതാ. തേടുന്ന മരുന്ന് ഇത്ര ഇപ്പ പൊങ്ങി വരുന്നു. പിന്നെ തൊപ്പിന്റെ വാപ്പ വന്നാലും അടിച്ചിടുന്ന ഇവനാ. എന്തടിക്കുന്ന കാര്യം പറയുന്നത്? മോൻ ബാക്കിൽ അതാ കടയിൽ കയറിയിട്ട് ഒരു കുലുക്കി സർബത്ത് ഉണ്ടാക്ക്, എന്നിട്ട് അകാറ്റ വിറ്റ് ജീവിക്കും പുണ്ടച്ചി മോനെ. അടിക്കൂന്ന് ആരെയും അടിക്കൂന്ന് അറിയുന്നത്? ആരുടെവൻ? എന്തിന്റെ ഐഡിയ എന്താ? ഐഡിയ എന്താ? ഇവനോട് അടി ഇവനെ അറിയുന്ന ആൾക്കാരുണ്ട് പറഞ്ഞേ. ഇവനറിയുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞേ. അടി ഇവനോട് രണ്ട് പറയണല്ലോ. ഏതോ മദ്രസ കുണ്ടനെല്ലാം വന്നിട്ട് നമ്മളടുത്ത് വന്നിട്ട് അടിക്കുന്നു. അല്ലാ എന്റെ കുണ്ടിയിലിട്ട് അടിക്കുന്ന പറ. അല്ലാ അടിത് മറ്റേതാ മദ്രസ പൊട്ടനാണ്. ചിലപ്പോ ഇവ ഉദ്ദേശിച്ച അടി. ഓക്കെ ഇപ്പൊ സോറി നോട്ട് ഇൻട്രസ്റ്റഡ് പറഞ്ഞു. നോട്ട് ഇൻട്രസ്റ്റഡ് അവിടെ മറന്നുപോയി. മദ്രസ പൊട്ടനാണ്. അപ്പൊ ഉദ്ദേശിച്ച അടി. ഓക്കെ മനസ്സിലായി. അവിടെ ഞാൻ ഇപ്പൊ സ്ക്രീനിൽ നോക്കി. ആ പെട്ടെന്ന് ചാറ്റ് നോക്കി ഇങ്ങോട്ട് നോക്കുമ്പോ ഒരു പുണ്ടച്ചി പോകാൻ സ്ക്രീനിൽ. എന്തൊരു ക്രിഞ്ചാണ് ഇവൻ. എന്തുകൊണ്ടാ? അയ്യേ ടർബോ ജോസ് ഡൊണേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ഇവരോട് കളിക്കുമ്പോൾ സ്വകാര്യ ഭാഗങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെ പറഞ്ഞ ഇവരോട് കളിക്കുമ്പോൾ സ്വകാര്യ ഭാഗങ്ങൾ സൂക്ഷിക്കണം. ആരോട്? There are many girl gamers in Kerala now. പേര് ഞാൻ മറന്നുപോയി. ഏതോ കാറ്റ്സി ഇവിടെ അടിപൊളി. കാറ്റ്സി ഗെയിമിംഗ്. ഇതാരാ?
ഇതുള്ള ജി ടി കളിക്കുന്ന ഞാൻ എവിടെയോ കണ്ട പോലെ ഉണ്ട്. TVL പെണ്ണാറ്റാണ് അങ്ങനെ എന്തോ TVL कभी कभी जो याद ही लगती है दिल दे तू आधी रह जाने दे जिंदगी है जैसे. പണ്ട് ചേച്ചി മാത്രമേ ഉള്ളൂ അല്ലേ? പണ്ട് വേറെ ഗേൾ ഗെയിമേഴ്സ് ഒന്നും ഇല്ലല്ലോ. ആകെയുള്ള ഗേൾ ഗെയിമർ എനിക്ക് ലൈവ് എടുത്ത ആകെയുള്ള ഫസ്റ്റ് അല്ല വേറെ ആരും ആ ടൈം ഗേൾ എന്ന് പറഞ്ഞ സ്ട്രീമറായിട്ട് ബന്ധമില്ല. ഗേൾ ഗെയിമർ അങ്ങനെ ഒരു സംഭവം ഇല്ല. ആ ടൈം എനിക്ക് സിയ മാത്രമേ ഉള്ളൂ. ഇപ്പൊ അങ്ങനല്ല. നല്ലൊരു ടൈം അല്ല കഴിഞ്ഞു. വൈറ്റി നെയിം ഡ്യൂറിങ് സൂര്യ ചിന്നിനെ നേരിട്ട് കണ്ടു. എന്റെ ദൈവമേ എടാ മുത്ത് നമ്മള് പോവാത്ത നന്നായിട്ടോ. നമ്മള് മറ്റേ നേരത്തെ നായിന്റെ മക്കളെ നിങ്ങ എന്നോട് പോന്നാക്കിയത് എന്തോ ഭാഗ്യത്തിന് ഞാൻ പോയിട്ടില്ല. പോയില്ലെങ്കിൽ എടാ ഇതിന്റെ ബാക്കിയുടെ വീഡിയോ ചത്തിട്ടുണ്ടാവും. മിക്കവാറും ചത്തിട്ടുണ്ടാവും കേട്ടോ. മിക്കവാറും ചത്തിട്ടുണ്ടാവും മുത്തേ. കാര്യമല്ല മിക്കവാറും ചത്തിട്ടുണ്ടാവും. It hurts more than a breakup. എന്തിനാടാ എനക്ക് മൈര എനക്ക് എന്തിനാടാ എനക്ക് എന്തിന്റെ കഴപ്പേനോടാ. ഇതിനാടാ അതിന് പഴയ വീഡിയോസ് ഇടണില്ല. ആ കാര്യം പറയല്ല എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഇനി എൻ്റെ പഴയ വീഡിയോസ് ദയവ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ടല്ലോ പ്ലീസ്. തൊപ്പി ഇതൊന്ന് കേട്ട് നോക്ക്. വൈബാണ്. നിനക്ക് ഡാൻസും പഠിക്കാം സോങ്ങും പഠിക്കാം. കയ്യിൻ്റെ മുത്തമ്മ കലകത്തി വെച്ചപ്പോ കരി പിടിച്ച തത്തമ്മ ഞാനിരുന്ന് കായിമേ. കയ്യിൻ്റെ മുത്തമ്മ കലകത്തി വെച്ചപ്പോ കരി പിടിച്ച തത്തമ്മ ഞാനിരുന്ന് കായിമേ. എന്താന്ന് ഫണ്ണിയാന്ന് നോക്കിയത് അമല് നോക്കുമ്പോഴേക്ക് അമല് സംഭവം മറ്റേതാടാ. ഇത് മറ്റേ ചെക്ക എല്ലാ ക്ലാസ്സിലും ഉണ്ടാവില്ല. ഇങ്ങനെ കോമാളിത്തരം കാണിച്ചിട്ട് ഫണ്ണിയാന്ന് നോക്കുന്ന ഒരു പൊട്ടൻ ഉണ്ടാവില്ല. അമലിന് ഇവന്റെ മിക്കവാറും ഇവന്റെ പേര് അമലിന്. 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ചേട്ടനെ കണ്ടായിരുന്നു നേരിട്ട് കാണുമ്പോൾ സിഗ്മ മെയിൽ ലൂപ്പ്. അനന്യ കല്ലൂര് വെച്ച് കണ്ടു തന്നെ. അവിടെ തള്ളു ഞാൻ വിശ്വസിക്കൂല പോടാ. പിന്നെ കറക്റ്റ് എല്ലാ ദിവസവും വന്ന് ഇടാ. ഇത് മറ്റേ ഇവിടെ സൂപ്പർ ചേറ്റ് ചെയ്ത പെണ്ണ് കറക്റ്റ് ഞാൻ നെയ്യാറിൽ പോയപ്പോ കല്ലൂര് വെച്ച് കണ്ടത്. തള്ളു 100% തള്ളു. ഞാൻ വിശ്വസിക്കൂല. ക്യാപ് തൊപ്പി വെറുതെ വിടരുത് മൈരനേതാ. POV it's just a live stream of Toppi playing BGMA with Sai Poppy and his squad. Huh? അതെന്ത് എനക്ക് മനസ്സിലായില്ല. അതിന്റെ അർത്ഥം എന്താ എനക്ക് മനസ്സിലായില്ല. അതെനിക്ക് മനസ്സിലായില്ല. When your dad finds out you have a boyfriend. ഇന്നാന്നല്ലേ ജാസ്മിൻ ഇപ്പൊ ബിഗ് ബോസിലേക്ക് വരുന്നേ? അവിടെ ഇന്നല്ലേ? എന്റെ പൊന്നു മോളാണ്. നല്ല ഒരു മോളെ മതിയായി. ഇനിയൊരു കൊലപാതകം കൂടി എനിക്ക് വയ്യ. അതുകൊണ്ട് ഇത് ഞാൻ എടുക്കും. ഇന്നെ ഓർമ്മിപ്പിക്കണേ. ഇന്ന് ജാസ്മിന്റെ ഉപ്പ വരുന്നത്. ഇന്ന് ഓർമ്മിപ്പിക്കണേ. കുറച്ച് ബിഗ് ബോസ് ഇത് ഷോ എയർ ആയി കഴിഞ്ഞാൽ നമുക്ക് കയറി കാണാം. സമയമായില്ല 9:00 സുഹാൽ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ടൈലർ റോക്ക് തോപ്പി ഷോപ്പ്. കളിക്കുന്നുണ്ട്. എന്താ ശരിക്കും നിങ്ങൾ അതിനാ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? ഞാൻ 30K എടുത്ത സിനിമക്ക് എന്നുള്ള ഇതിൽ നിങ്ങൾ അത്ര സമയം വെയിറ്റ് ചെയ്യും. 2-3 മണിക്കൂർ ഞാൻ ഗെയിം കളിക്കും.
പോസ്റ്റ് ചെയ്യുവേ, പോസ്റ്റാണെങ്കിൽ വീട്ടിൽ പോയിക്കോ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ജയിച്ചിട്ടൊക്കെ ഞാൻ പറയാം. അല്ലെങ്കിൽ നിങ്ങളിവിടെ പോസ്റ്റ് ആയിക്കോ, ഇവിടെ വെയിറ്റ് ചെയ്തു. അവിടെ ചങ്ങായിയുടെ കാത്തിക്കുന്നടാ, ഞാനിവിടെ മൈരൻ ഞാൻ 30 അടിച്ച സിനിമ കൊണ്ടുപോകുന്ന പറഞ്ഞടാ. ഞാനിപ്പോ ഞാൻ പെട്ടെന്ന് കണ്ടിട്ടില്ല. ഒന്നുമില്ല. ബി കാണാം കുറച്ചിലാണ്. അവിടെ ലൈവ് ഓൺ ലൈവ് ടൈം നമ്മൾ കാണാൻ പറ്റില്ല, അങ്ങനെ ഉണ്ട്. ഓൺ ലൈവ് ടൈം കാണാൻ പറ്റില്ല, ലൈവ് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും, അങ്ങനെ ഉണ്ട്. ഓൺ ലൈവ് ടൈം നമ്മൾ വാച്ച് ചെയ്യാൻ പറ്റില്ല ബിഗ് ബോസ്, അങ്ങനത്തെ സീനുണ്ട്. ഞാൻ കളിക്കാച്ചാ ഇതൊന്നും നിങ്ങൾക്ക് തിരക്ക്. ഞങ്ങൾക്ക് പബ്ജി ക്ലിപ്സോ, പബ്ജിയിൽ ആൾക്കാർ കളിച്ച ക്ലിപ്സ് എല്ലാം റിയാലിറ്റി ആണോ, എന്നിട്ട് ഞാൻ പബ്ജി കളിക്കാം. ഇപ്പൊ കളിക്കാം അച്ഛായ. എന്തായാലും ഞാൻ കളിക്കാൻ തുടങ്ങിയാൽ തന്നെ ഒരു 2 മണിക്കൂർ ഞാൻ കളിച്ചാൽ എനിക്ക് 30 കിലോ എടുക്കാൻ പറ്റും. അത്ര സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഇവിടെ. പോയാ അച്ഛായ, പോസ്റ്റ് ആകുമ്പോ വീട്ടിൽ പോയിക്കോ, ഞാൻ കുറച്ച് 2 മണിക്കൂർ ഞാൻ അങ്ങോട്ട് വരാം, പിക്ക് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ സ്ത്രീകൾ ബിഗ് ബോസിൽ കയറുന്നത് വഴങ്ങി കൊടുത്തിട്ടാണോ? ശരണ്യ തുറന്നു പറയണോ? ശരണ്യ, അഖിൽമാരാര് ഉന്നയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ വഴങ്ങിക്കൊടുത്തിട്ടാണ്. ഞാനത് ചോദിക്കാൻ കാരണം, ആ അഖിൽമാരാര് ആ പേര് വെളിപ്പെടുത്തുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ശരണ്യ ഉൾപ്പെടെയുള്ളവരാണ്. കാര്യവും ഒരു ഊമ്പിത്തരായിട്ടാ, അഖിൽമാരായാലും ഏത് കുണ്ണമാരാറായാലും അങ്ങനെ പറയുമ്പോൾ സൂക്ഷിക്കണം. അപ്പൊ ഈ ബിഗ് ബോസിൽ കയറി എല്ലാവരും വെടികളാന്നുള്ളൊരു സാധനം വരും. ഇതെല്ലാം സൂക്ഷിച്ച് സംസാരിക്കാൻ പഠിക്കണം. ഈ ചങ്ങായ എന്താ പൊട്ടനാ കാര്യം പറയാറുള്ളത്. ഈ കാര്യം നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നേരെ പോയിട്ട് അങ്ങേരോട് ചോദിച്ചാൽ പോരെ. എന്തിനാണ് എന്നോട് ഈ കാര്യം ചോദിക്കുക? എന്റെ പേര് അയാളെടുത്തോ, എന്റെ പേരെടുത്തോ, ശരണ്യ എന്ന് പറഞ്ഞെടുത്തോ. സമൂഹത്തിൽ നല്ല പേരും നല്ല റെപ്യൂട്ടേഷനിലും ജീവിച്ച് വളർന്ന ഒരാളാണ് ഞാൻ. നല്ലൊരു പേരും ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ചുമ്മാ വേഷം കെട്ടുള്ള കാര്യങ്ങൾക്ക് എന്റെ പേര് ഞാൻ സംസാരിക്കും. എല്ലാം വലിച്ചെടുത്ത് ദൂരെ കളി ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ താങ്കൾ വിളിപ്പിച്ച് എന്തിനാണ് എന്റെ കാര്യങ്ങൾ ചോദിക്കാനും എന്റെ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാനുമാണ്. അല്ലല്ല, ഇൻഡിവിജ്വലി നമ്മളെല്ലാം ഇന്റർവ്യൂവിൽ പോയാൽ നമ്മളെ എന്ത് ഇൻഡിവിജ്വലി അങ്ങനെയൊന്നുമില്ല. ഇന്റർവ്യൂ പോയാൽ എന്ത് ചോദ്യം വേണമെങ്കിൽ ചോദിക്കുക, ആരെ കുറിച്ച് വേണമെങ്കിൽ ചോദിക്കും. ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ പോയിരുന്ന എന്നെ കുറിച്ച് മാത്രമാണ് ചോദിക്കുക. ഞാനൊരു ബന്ധപ്പെട്ട എല്ലാവരും ബന്ധപ്പെടാത്ത ആൾക്കാർ എന്ത് വേണമെങ്കിൽ ചോദിക്കുക. ഇന്റർവ്യൂവിൽ അങ്ങനെ ഒന്നുമില്ല. ഇൻഡിവിജ്വലി അണ്ടി അങ്ങനെ ഒന്നുമില്ല. ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാണോ വിളിച്ചത്? ആണോ? അപ്പൊ അത് ചോദിച്ചാൽ മതി. ശരണ്യനെ പറ്റി ചോദിക്കാൻ ചോദിച്ചത് അഖിൽമാരന്നെ അങ്ങോട്ട് വീട്ടിൽ പോയിട്ടു എന്ന് ചോദിച്ചു. 65 ദിവസം ശരണ്യെ പിടിച്ചിരുന്നത് എക്സ്പോസ് ഡ്രസ് ചെയ്തിട്ടാണ്. വാട്ട് യു മീൻ ബൈ എക്സ്പോസ്? ശരണ്യെ കാണിച്ചത് എന്താണോ എക്സ്പോസ്? എന്താണ് മറ്റ് കണ്ടന്റുകളൊന്നും കാണിക്കാത്തത് ശരണ്യ അവിടെ കാണിച്ചു. എന്റെ ഏതെങ്കിലും പാർട്സ് എക്സ്പോസ്ഡ് ആയിട്ട് ഓപ്പൺ ആയിരുന്നോ? 40 രൂപ ത്രൂ ഗൂഗിൾ പേ. പ്രേത ബിൽഡിംഗ് പോ ചത്താൽ ഞാൻ ഫസിക്ക് ജീവിതം കൊടുക്കാം. എന്നാലും എന്ത് ധൈര്യോടെ ഇവന് അച്ചു അവിടെ വെറുതെ അവിടെ ഇപ്പൊ ഇന്റർവ്യൂലേ ഇത് ആങ്കേഴ്സ് ഗുണ്ടകളെക്കാൾ ഇത് വരുന്നുണ്ടല്ലോ ഇവർക്ക്. ഇവർ അത്രയും തറ ആൾക്കാരാകുന്നുണ്ട് കേട്ടോ ഇവര്. അത് ഇങ്ങനെ ചോദിച്ച മുഖത്ത് നോക്കിട്ട് ചോദിച്ചടാ. ഇട്ടേക്കുന്ന ജിം സൂട്ട് ഉണ്ടല്ലോ, എക്സ്പോസ് തന്നെയായിരുന്നു. ഇപ്പൊ ജിം വെയർ എന്ന് പറഞ്ഞ് ഒത്തിരി പറയുന്നുണ്ടല്ലോ. എന്റെ ചോദ്യമാണ്, കാണിച്ചിട്ടില്ല ഞാൻ, അത് എനിക്ക് വിശ്വാസമുണ്ട്. താങ്കൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ഇനി മേലെ ഇനി പറഞ്ഞ എന്റെ വേറെ സ്വഭാവം കാണും കേട്ടോ. എന്തോ കാണിച്ചെന്നാ പറയുന്നത്? എന്ത് കാണിച്ചെന്ന് പറയുന്നത്? ഹൗസില് 65 ദിവസം ശരണ്യെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് മാത്രം. എനിക്ക് തോന്നിയത് എന്തോ സെറ്റപ്പ്, അതെന്തോ അങ്ങോട്ടും ഇങ്ങോട്ട് സ്ക്രിപ്റ്റ് ആവറ്റായിരിക്കും. അല്ലാണ്ട് ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി അങ്ങനെ ചോദിച്ചേ അവിടെ സീനാവില്ല. അത് സംഭവം പറയുന്നുള്ള അത്, പക്ഷേ ബ്രോ പറഞ്ഞ കാര്യം. അങ്ങനെ ചില ആൾക്കാരുണ്ട് ഈ ലോകത്ത്. ബിഗ് ബോസ് എന്നല്ല, പൊതുവെ അങ്ങനെ ചില ആൾക്കാരുണ്ട്. അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റും. ആ കാര്യം പറയല. ഈസ് ദിസ് സോങ് നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടും, സ്നേഹിക്കും. പക്ഷെ നമുക്ക് അയാൾ ഒരിക്കലും കിട്ടൂല എന്നറിയുമ്പോ ഈ ഫീലിംഗ് ആക്കാരം. ഞാൻ പാടിത്തരാം, ഒന്ന് കേട്ടോക്ക്. മറയുവില്ല ഏത് മണ്ണിലും പയ്യ വൈകൾ
കൊയ്യുവില്ല ഏത് നോവിലും മനസ്സിൻ നിലകൾ പൊലിയുവില്ല നീ മധുര നിമികൾ. നല്ല ഫീല് മുത്ത, നല്ല ഫീല്, നല്ല കിടിലം ഫീല്. മക്കളെല്ലാം കണ്ട നല്ലൊരു ഫീല് പാട്ട് കേൾക്കാൻ ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇല്ലാത്തോ വന്നോ എന്താടാ നിന്റെ അച്ഛനെ പോലെ തോന്നുന്നുണ്ടോ എന്നെ കണ്ടിട്ട് മയിരെ? Mbappé shocked. ജാസ്മിനെ അങ്ങനെങ്കിൽ ബ്രസീലിന്റെ മാച്ച് ഇങ്ങനത്തെ വീടല്ലടാ ഇങ്ങനത്തെ അടഞ്ഞ അവിടെ ഒന്നിവള് ഇഷ്ടപ്പെട്ട് വരുമ്പോ ഇങ്ങനത്തെ കാണുന്ന മയില് സമയത്ത് ഒരു പയ്യൻ ഓടി നെയ്ബറിനെ കാണാൻ വരാണ് അവിടെ പ്രാക്ടീസ് സെഷന്റെ സമയത്ത്. ഈ ഗ്രൗണ്ട് ബ്രേക്ക് ചെയ്ത് വരുന്നതിന് പണിഷ്മെന്റ് ഉണ്ട്, പോലീസ് അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കൊച്ചു പയ്യൻ കയറി വന്നപ്പോ സെക്യൂരിറ്റി ഗാർഡ് അവനെ എടുത്ത് പൊക്കി വലിച്ചെടുത്തോണ്ട് പുറത്തോട്ട് പോവാണ്. നെയ്മർ അകലിൽ നിന്ന് കണ്ടിട്ട് നെയ്മർ ഓടി ചെന്ന് സെക്യൂരിറ്റി അവനെ കൊണ്ട് ഗ്രൗണ്ടിലേക്ക് വരാണ്. അവനെല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു, അവന്റെ ഒപ്പം ഒന്ന് സെൽഫി എടുത്തു, അവനെ പ്ലേയേഴ്സ് എല്ലാവരും മുകളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ അവനെ ഹാപ്പി ആക്കിയിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ്. നെയ്മർ എന്ന് പറയുന്ന അത്രയും പോപ്പുലർ ആയിട്ടുള്ള സ്റ്റാർ ആയിട്ടുള്ള ഫുട്ബോളർ ആ കൊച്ചു പയ്യന്റെ ഇഷ്ടം അനുസരിച്ച് കണ്ട് എല്ലാ നിയമങ്ങളും മാറ്റിവെച്ചിട്ട് അവിടെ പോയി അവൻ എടുത്തുകൊണ്ട് വന്ന് അവന്റെ ജീവിതത്തിൽ അവന്റെ മരണം വരെ അവൻ ഓർത്തിരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ദിവസം സമ്മാനിച്ചു. അവിടെ ചോദിച്ചിട്ടുണ്ടാവും എന്തായി സുഖമല്ല നീ ഇപ്പൊ ഹാപ്പി ആയി. ഒഫീഷ്യലി നെയ്മർ ഫാൻ ബ്രോ, ഐ എം ഒഫീഷ്യലി നെയ്മർ ഫാൻ. ഇനി മുതൽ മുത്ത ഞാൻ ഒഫീഷ്യലി നെയ്മർ ഫാനാ. നോക്കാം എല്ലാ നിയമങ്ങളും സ്പീഡാ, ഷോട്ട് ഗൺ നോസ് സ്പീഡാ ഇത്. സ്പീഡാ അവിടെ കാര്യം മൂക്കിങ്ങ നോക്ക്. ഷോട്ട് ഗൺ നോസ് അല്ല, സ്പീഡിന്റെ അല്ലേ ഇത്, സ്പീഡിന്റെ മൂക്കല്ലേ. സ്പീഡാ കൺഫേം അവിടെ സ്പീഡാടാ. എംബാപ്പെ ആണ് ഇത്. എടാ എംബാപ്പെ എങ്ങനെയാടാ ഒരക്കാളും ഇളയതാവാ മൈര. ഇതൊന്ന് കാണണം. അമ്മയുടെ സ്വന്തം നന്ദുട്ടേഴ്സിനെ കത്ത്. അമ്മ എനിക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അമ്മ എനിക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. മനുഷ്യന്മാര് ഓടിയ മൈരനാന്ന് ഇവ ഓടിയതാണ്. ഇവ ജാസ്മിന്റെ ഊക്ക് കേട്ടിട്ട് പേടിച്ച് ഓടിയവനാന്ന് ഇവൻ. ധൈര്യം ഇല്ലാത്തവൻ പുറത്ത് വന്നിട്ട് കരയുന്നു ഓക്ക് കപ്പ് കിട്ടുമെന്ന് പേടിച്ചിട്ട്. അയ്യേ ഈ വീഡിയോ ഒക്കെ എന്തെല്ലോ എന്തെങ്കിലും കിട്ടണ്ടേ പറയാൻ. എവിടെല്ലോ റാൻഡം ആയിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് എന്തോ എടാ മനുഷ്യന്മാരാകുമ്പോ കരച്ചല് ചിരി എല്ലാം വരും. അകെല്ലാം പിടിച്ചിട്ട് ഇവ എന്തെല്ലോ ആക്കാൻ നോക്കിയത് ഇവൻ. അയ്യ പൊട്ടനാണ് ഇവ പൊട്ടന കാര്യം. മനുഷ്യന്മാരാകുമ്പോ പേടി ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഓടിയത്. കള്ള ഓടിയിട്ട് പേടിച്ച് ഓടിയിട്ട് ഓലം ബെല്ലുണ്ടായ മഴ തൂർന്നോ? മഴ തൂർന്നു, മഴ തൂർന്നു. ദാ ഡ്രോപ്സ് വരുന്നു. മഴ പെയ്യണു. പാവട ജിൻഡോ പറഞ്ഞു. ജിൻഡോക്ക് ആണെങ്കിൽ ഓളെ ഊക്കാം. ഡബ്ല്യു ജിൻഡോടാ. ജിൻഡോക്ക് ആണെങ്കിൽ ഓളെ ഊക്കാം. പക്ഷെ ഓനെ തിരുത്തി കൊടുത്ത് മനസ്സിലാവും. ഡബ്ല്യു ലാസ്റ്റ് ഡാൻസ് June 6 ക്യാപ്റ്റൻ
ലീഡർ ലെജൻഡാ. വി ഹാവ് റൊണാൾഡോ എന്ന് പോർച്ചുഗൽ പറയുമ്പോൾ, വി ഹാവ് മെസ്സി എന്ന് അർജന്റീന പറയുമ്പോൾ, വി ഹാവ് നെയ്മർ എന്ന് ബ്രസീൽ പറയുമ്പോൾ, നമ്മൾ കുഞ്ഞു ഇന്ത്യക്കും പറയാനുണ്ട് വലിയൊരു ഇതിഹാസ നായകന്റെ പേര്. ആന്ധ്രയിൽ നിന്നുള്ള ആ 5-7 ചെറിയ ശരീരത്തിന്റെ പേരിനപ്പുറം മറ്റൊന്നും ഇന്ത്യൻ ഫുട്ബോളിന് അവകാശപ്പെടാനില്ല. അടി മാത്രം നല്ല പ്ലെയറാ. നിന്നെ നേടാനഴകേ മാത്രം നല്ല പ്ലെയറാ. ചാറ്റ് നോ യെസ് നോ റിട്ടയർഡാ. ഇന്ത്യൻ ക്യാപ്റ്റനാണോ? ഓക്കെ എനിക്കറിയാം സുനിൽ ഛേത്രി എനിക്കറിയാം. പക്ഷെ ഇവ അത്ര വലിയ പ്ലെയർ ഒന്നും അല്ലല്ലോ അല്ലേ? അത്ര നല്ല പ്ലെയറാ എനിക്കറിയില്ല. ബിഗ് ബോസ് മഴവിൽ ചുമ്മാ ഇതാണ് കാണിച്ചു തരാന്ന് പറഞ്ഞത്. ഹായ്, ഞാൻ ജാസ്മിൻ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളിൽ ഒന്ന് വളക്കൂറുള്ള. അതെന്താ ഉദ്ദേശിച്ചേ? ജാസ്മിൻ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളിൽ ഒന്ന് വളക്കൂറുള്ള മണ്ണ്, ശുദ്ധമായ മഴവെള്ളം, ഇതെല്ലാം ഇവിടെ മാത്രം. ഇപ്പം മനസ്സിലായില്ലേ ഉയരങ്ങളിൽ എന്ത് മാറ്റം ഫീൽ ചെയ്യുമെന്ന്? ഉയരം കൂടുമ്പോൾ ചായക്ക് സ്വാദ് കൂടും. ഇതെങ്ങനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യാം മയില്? എനിക്ക് സപ്പോർട്ട്, എനിക്ക് ജാസ്മിൻ ഇഷ്ടമാണ്. പക്ഷെ ഇത് എങ്ങനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യാം മയില്? എന്താ മൂക്കട്ട ചായയിൽ എങ്ങനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുക? ഞാൻ പറയട്ടെ. ഓക്കെ, ഒരു മനുഷ്യൻ മാറാൻ മിസ്റ്റേക്ക് പറ്റും. അങ്ങനെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് ഇത് കണക്കൂട്ടിയാൽ മതി. മനസ്സിലാവും? അവിടെ ഒരു പറ്റിപ്പോയി. മനസ്സിലാവും? അവിടെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. മനസ്സിലാവും? ഓക്കെ, ആ സിറ്റുവേഷനിൽ ഇനി വേറെ എന്ത് ചെയ്യണമായിരുന്നു പറ. തുമ്മാൻ വന്ന് ചായ ഒന്നിട്ട് തുമ്മലെന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ഇതാക്കാൻ ഇൻവോളണ്ടറി ആണ്. തുമ്മിപ്പോയി. ഓക്കെ, വേറെ എന്ത് ചെയ്യണം? ഓക്കെ, അത് എല്ലാവരോടും പറയണമായിരുന്നു. പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു. കാരണം മൊത്തം എല്ലാവരും ഇവിടെ കൊല്ലും ആടെ ഇട്ടിട്ട്. മനസ്സിലാവും? അവിടെ അങ്ങനത്തെ ആൾക്കാരാണ്. സംഭവം ആക്സിഡന്റലി ആയതാണ്. പക്ഷെ അപ്പം തന്നെ പോയിട്ട് ഗൈസ് ചായയിൽ തുമ്പിയിട്ടുണ്ട്, അപ്പോൾ ചായ കളയാൻ വേറെ ചായ അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും ഓളെ കൊല്ലും. ആ വീട്ടിൽ അങ്ങനെയാണ്. ഓളെ ഒറ്റക്കും ബാക്കി എല്ലാവരും തൂറിപ്പോയി എന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെ പറയാം. അവിടെ അങ്ങനെ അല്ലടാ. ചായലെങ്ങനെയാടാ തൂറിപ്പോവുക? അതൊന്ന് പറയുന്നത് ഗ്യാസ് സ്റ്റോവിന്റെ മുകളിൽ കയറിയിരുന്ന് കുത്തിയിരുന്ന് തൂറുവാടാ മയില്. നീ എന്ത് കുണ്ടാടാ നീ പറയുന്നത്? വാ പൊത്തണെന്നാ. എടാ രണ്ട് കയ്യിലും സാധനങ്ങളില്ല, അപ്പൊ വാ പൊത്താൻ. ഓക്കെ മിസ്റ്റേക്ക്. ഓക്കെ, അക്സെപ്റ്റ്. മിസ്റ്റേക്ക് ആർക്കും ആണെങ്കിൽ മിസ്റ്റേക്ക് പറ്റിപ്പോവാ. മനസ്സിലാവും? ടൈം കഴിയുമ്പോൾ അതെല്ലാം റെസ്പെക്ട് ടീംമേറ്റ്സ് ബ്രോ. നിങ്ങൾ ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചോ. ഇവൻ റെസ്പെക്ട് ടീംമേറ്റ്സിന് ഇപ്പം എങ്ങനെ ഉണ്ട്? ഇതാ ഇങ്ങനെ നമ്മൾ കുറേ സെർച്ച് ചെയ്യുമ്പോൾ ഒരെണ്ണം കിട്ടുക. കുറേ ഇങ്ങനെ നമ്മൾ റിസർച്ച് ചെയ്യണം. ഒരെണ്ണം കിട്ടി. ഞാൻ ഇങ്ങനെ കൂട്ടി വെക്കുകയാണ് ഓരോന്നായിട്ട്. രണം 2 ഇതാ പടക്കളം. വേറെ നമ്മളെ പ്ലേലിസ്റ്റ് ഇങ്ങനെ ആഡ് ആവുക. ഇനി ഇങ്ങനത്തെ കിടലങ്ങളുടെ പാട്ടുകൾ പറയാട്ടെ നിങ്ങള്. ഓക്കെ, സ്പീഡാത്. എടാ ഐശ്വ സ്പീഡ് ഈ ഫ്രണ്ടിലിരിക്കുന്നത് ചെറിയ കുഞ്ഞിനെ എടുത്തിട്ട് പോകുന്ന പോലെടാ. എടാ സ്പീഡിന് ബൈക്ക് മേടിയാ. അയ്യേ എടാ മുത്തേ, എടാ സ്പീഡിന് ബൈക്ക് മേടിയാ. ഞാൻ കിടിലം പോലെ ഞാൻ ശരിയം അത് കിടിലം പോലെ ഞാൻ ചെയ്യുമായിരുന്ന പണ്ട്. ഇപ്പൊ ചെയ്ത് നോക്കണം. ഇപ്പൊ ചെയ്താൽ മിക്കവാറും പോകും. പണ്ട് ഞാൻ കിടിലം പോലെ ചെയ്യായിരുന്നു വീല്. ഇതാരാ? അപ്പു ഭാവി എന്റെ മലയാളിയാ. പോടാ, ഞാൻ വിശ്വസിക്കൂല. അപ്പു ഭാവി ഒരു മിനിറ്റ്. PPUABE അപ്പു ഭാവി. ഫോളോഡ് ബൈ സോജൻ വർഗീസ് പുണ്ടച്ചി മോനെ. അച്ചായ ഈ കളവൻ എല്ലാരും ഒരു ഫോളോ ചെയ്ത്. ഇത് എന്താടാ ഇത്?
മലയാളി അതെങ്ങനാണോ? എന്താണ് ഇവള് തിന്നുന്നത്? ചക്കേ അടി ഇവിടെ എന്താടാ തിന്നുന്നത്? എന്റെ മോനെ അവിടെ ഞാൻ വിശ്വസിക്കൂല. ഇത് മലയാളിയാന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. ഇത് ആണ് ബട്ട് എഡിറ്റ് എഡിറ്റ് ആയത്. മുഖം മാറ്റി എഡിറ്റടാ. വിയർത്ത് തുന്നിയിട്ട കുണ്ണ പറ്റിക്കലാണ് ഇത്. ഫീല് വേണം മലയാളിയല്ല മൈരന്മാർ പറ്റിക്കാനായിട്ട് കുണ്ണകളോരോ വൃത്തം എടുത്ത് നോക്കും. പക്ഷെ ഭയങ്കര റിയൽ ആയിട്ട് തോന്നില്ല. കണ്ടിട്ട് 2 സെക്കൻഡ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ മറന്നു പോന്നേ ആണെന്ന് കാര്യം. അതാ സീന്. Edit. Okay. Edit. Okay. Edit. അവിടെ ഇല്ലാടാ, എനിക്ക് കാണാൻ കഴിയില്ല. സീനോ എനിക്ക് ഞാൻ കാണുന്നില്ല. സീനോ മുത്തേ നമുക്ക് കണ്ടുക്കാന്നില്ല. മുത്തേ സീന തൊപ്പി ഈ എഡിറ്റ് ഒന്ന് റേറ്റ് ചെയ്യോ. 63 വീഡിയോസ് ഉണ്ട്, ബട്ട് റീച്ച് ഇല്ല. ഒന്ന് സപ്പോർട്ട് ചെയ്യോ. FWS_EFX കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. കുഴപ്പമില്ല. മിഡ് ആ കുഴപ്പമില്ല. ഒരു മിഡ് ലെവൽ എഡിറ്റ് കുഴപ്പമില്ല. No, don't. വീഴരുത്. No, don't. നിന്റെ കണ്ണൊക്കെ കണ്ടിട്ട് എത്ര നാളായി. ഇന്നലെയാണോ ആരോ ഇങ്ങനെ പറഞ്ഞു 70 ദിവസം കഴിഞ്ഞ് വീട്ടുകാരെ കാണുമ്പോൾ എന്തിനാ ഇവരിങ്ങനെ കരയുന്നൊക്കെ ആൾക്കാർ ചോദിക്കും. ഈ 10-60 ദിവസത്തെ പരിചയം വെച്ചിട്ട് ഈ പെണ്ണിന് എന്തിൻ്റെയൊക്കെയാണ് നിനക്ക് എന്നാവും? എനിക്ക് എന്നാതിന്റെ കേടാവും. എന്തൊരു വൃത്തിയായിട്ട് സൂട്ടാ എന്റെ പൊന്നു ഗബ്രി. ഫസ്റ്റ് കോലം കൂട്ടുകാരൊന്നും നിന്നെ സമ്മതിക്കണം. ഇതിന്റെ മുഖം എന്ത് വണ്ണുണ്ടോ, കവളൊക്കെ ഉണ്ട്. ഇറങ്ങി പോയപ്പോ നല്ല ഫസ്റ്റ് കോലമായിരുന്നു. ഞാൻ ജാസ്മിൻ ഫാനിൽ നിന്ന് ഞാൻ ചിലപ്പോ റിട്ടയർ ആകാൻ സാധ്യത. എന്താണിത്? ഇവള് സമ്മതിക്കുന്നില്ലടാ. ഇവള് ഇഷ്ടപ്പെടാൻ ഇവളെ സമ്മതിക്കുന്നില്ല. ഇവളെ ഫാനാകാൻ സമ്മതിക്കുന്നില്ല. ഇവളെന്തിങ്ങനെ ഓരോ സാധനം വളരെ സിന്ന പൈതലായിപ്പോയി. നീ ആയിരുന്നു ജയിച്ചാനടാ, എനിക്ക് ഉറപ്പുണ്ട്. നീ ആയിരുന്നെങ്കിൽ കിഡിലായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് നീ കൊണ്ട് ഇട്ടാണ്. അപ്സരച്ച് കിഡിലായിട്ട് ബാലൻസ്. അപ്സരച്ച് 4 മുട്ട ഒരു ചിലപ്പോ വിഷമം കൊണ്ടായിരിക്കും. പറയാൻ പറ്റില്ല, എനിക്ക് അറിയില്ല. പാവണം കാര്യം പറയാം. ഇതേതാ മാസം? മെയ്യല്ലേ?
ഡബ്ല്യൂടെ മുത്തേ, ഡബ്ല്യു ടാലന്റടാ. അഹമ്മദ് എന്തിനാ? അഹമ്മദ് നജാദ് അല്ലേ? അഹമ്മദ് നജാദ് ആണ്. എൻ്റെ പേര് ഒരു നല്ല ബന്ധമുണ്ടാണ്. എൻ്റെ പേര് നിഹാദ്, എൻ്റെ പേര് നജാദ്. മനസ്സിലാ? കഴിവുള്ള ആൾക്കാരല്ല, മനസ്സിലാ? എൻ്റെ ഞാൻ പാടുന്ന പോലെ ഉണ്ടല്ലേ കുറച്ച്, അല്ലേ? അല്ല, ഞാൻ പാടുന്നതിൻ്റെ ഒരു ഇതുണ്ടടാ ചെക്കന്. കാര്യം പറയാലോ. ശാരീരികമായി അടുത്തിരുന്നു ഞങ്ങൾ രണ്ടാളും. ശാരീരികമായി പലതും ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്യാനും കെട്ടിപ്പിടിക്കലും അവനും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പോയി. ഞാനൊരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരാൾ വരും, ചുംബന സീനുകൾ എടുക്കും, അങ്ങനെ കെട്ടിപ്പിടിക്കും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. സാധാരണ സിനിമയിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഡയറക്ടർ എന്ന നിലയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിനും കാര്യങ്ങൾക്കും ഞാൻ തയ്യാറാവണം എന്ന് എന്നോട് പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ആ ചെയ്ത ആളാണ് ഇന്നലെ എന്നെ കുറിച്ച് മോശമായിട്ട് എല്ലാവരും മുന്നിൽ പറഞ്ഞ് എന്നെ അപമാനിച്ചു. ഒറ്റയടിക്ക് അവൻ പുണ്യാളച്ചനായി. മറൈൻ ഡ്രൈവിലും റോഡുകളിലും രാത്രികളിൽ പല സ്ഥലങ്ങളിലും പോയി നിന്നും പല രീതിയിൽ എന്നെ ശാരീരികമായിട്ട് സ്നേഹിച്ചും കൊണ്ട് നടന്ന ആള് എനിക്ക് ഭയങ്കര കൂട്ടാണ്. എന്നോട് ഐ ലവ് യു കാര്യം പറഞ്ഞിട്ടുള്ള ഒരാളാണ് അലൻ ജോസ്. ആ ആളാണ് ഇന്നലെ എന്നെ കുറിച്ച് ഈ മോശം പറയും. ഇങ്ങനെ ചെയ്യാനൊക്കെ കെട്ടിപ്പിടിക്കലും അവനും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഞാൻ കൊള്ളല്ലാത്ത പെണ്ണാണ്, അങ്ങനെ ഡാഷ് മോളെ എന്നുള്ളൊരു ഒത്തിരി തെറികളും മോശമായിട്ട് എനിക്ക് ഇന്നുവരെ അങ്ങനെ ഞാൻ ആരുടെയൊന്നും കേട്ടിട്ടില്ല. പിന്നെ അങ്ങോട്ട് മറൈൻ ഡ്രൈവിലൊക്കെ പോയപ്പോ പരമായിട്ടുള്ള പല സമീപനങ്ങളും എന്നോടുണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം കൊണ്ട് മാരേജിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ വീട്ടിൽ സമ്മതിക്കത്തില്ല. അവര് പറയുന്നത് എൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റാണ്, എനിക്ക് കാശില്ല. ജാസ്മിൻ വൃത്തിട്ട വർത്താനം വന്നിട്ട് പറയില്ല, കാര്യം പറയാലോ. ഒട്ടക ലീഗിൽ എന്തോ 10 ഗോളടിച്ച് എന്തോ മാസം അടിച്ച് ക്ലിപ്പിടുന്നു. ഇപ്പൊ ഡിസ്കോഡിൽ റൊണാൾഡോന്റെ ക്ലിപ്സും വരാൻ തുടങ്ങി. ഇപ്പൊ അങ്ങനെയായി കാര്യങ്ങൾ. ഓക്കെ, നല്ല പ്ലെയർ തന്നെ, സമ്മതിച്ച്. സ്വഭാവം സംസ്കാരമില്ലാത്ത തീട്ട സ്വഭാവം. ഞാൻ കാര്യം പറയല. സാമാന്യത്തിൽ മറ്റു ടീമിന്റെ ജേഴ്സി എടുത്ത് സാമാന്യത്തിന്റെ ഉള്ളിൽ അരച്ചോരാണ്. ഞാൻ കാര്യം പറയല. സ്വഭാവം ഓമ്പിയ സ്വഭാവം. ഞാൻ കാര്യം പറയാലോ മുത്തേ. റൊണാൾഡോ അല്ല ആരായിരുന്നു, ഞാൻ കാര്യമുള്ള ഞാൻ കാര്യം പറയല. ഓക്കെ, കളിക്കുന്നതെല്ലാം ഉണ്ട്, കളിക്കാരെ അത്യാവശ്യം. സ്വഭാവം മോശം, നമുക്ക് ഇഷ്ടമല്ല. ഞാൻ കാര്യം പറയല, നമുക്ക് ഇഷ്ടമല്ല. കളി നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ലോകകപ്പില് ഏറ്റവും മികച്ച മത്സരം പോർച്ചുഗലും സ്പെയിനും തമ്മിൽ കളിച്ച 3-3 3-3 സമനില വന്ന മത്സരം. അതിൽ 2-3 പോർച്ചുഗൽ പിറകിൽ നിൽക്കുമ്പോൾ ഇഞ്ചുറി ടൈമിൽ 91ാമത്തെ മിനിറ്റിലാണ് വാസ്തവത്തിൽ ആ ഫ്രീ കിക്ക് പോർച്ചുഗലിന് കിട്ടുന്നത്. പോർച്ചുഗൽ, റൊണാൾഡോ വരുന്നു ആ ഫ്രീ കിക്ക് എടുക്കാൻ. റൊണാൾഡോ, നിങ്ങളിത് കാണുക. Why this man is called a genius? ഫുട്ബോൾ ലോകത്ത് എന്തുകൊണ്ടാണ് ജീനിയസ് എന്ന വിളിപ്പേരിന് പോർച്ചുഗലിന്റെ പ്രിയപുത്രൻ അർഹനായത് എന്നടിപറിയിട്ട് തെളിയിക്കുന്ന ഗോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഓവർ ദ ബോൾ. It's 3-3 in Sochi. വന്നിട്ടെന്ന് ചൊല്ല് നല്ല പ്ലെയർ. ഓക്കെ, നല്ല പ്ലെയറാ, സമ്മതിച്ചു. നല്ല പ്ലെയർ തന്നെ. പക്ഷെ സ്വഭാവം മോശം. കാര്യം പറയാലോ. സ്വഭാവം മോശമാണെന്ന് പറഞ്ഞാൽ മോശം. കാര്യം പറയാലോ. കുഴപ്പമില്ല. ഓക്കെ, നല്ല കളി. മെസ്സിന് അത്ര ഇല്ലെങ്കിലും ഒരു നല്ല പ്ലെയർ. ഓക്കെ, നല്ല കളിക്കുന്നുണ്ട്. വാട്ടെവർ. സ്വഭാവം
തൊപ്പി ഇതിലുള്ള കീപ്പർ സഫാനാണ്. അത് എനിക്കറിയാടാ. അതിന് ശേഷം എന്നാണ് മാൻസിനി തന്നെ സിൽവയുടെ റെക്കോർഡ് സ്റ്റേ വിശേഷിപ്പിക്കുന്നത്. കാർലോസ് ടവസ് അയാളെ സിറ്റിയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സൈനിങ് എന്ന് വിശേഷിപ്പിച്ചപ്പോൾ എതിരഭിപ്രായം എവിടെ? ഏതാ ബൈസിക്കിൾ കിക്കൽ എന്റെ ബൈസിക്കാ ആ കീപ്പർ സഫാനാന്നട്ടാ. നമുക്ക് ആ ടൈം നമുക്കത് അറിയില്ല. ബൈസിക്കിൾ കിക്ക് അങ്ങനെ ഉണ്ടോ? ചരിത്രത്തിലെ ഏറ്റവും മികച്ച സൈനിങ് എന്ന് വിശേഷിപ്പിച്ചപ്പോൾ എതിരഭിപ്രായം എവിടെയും ഉണ്ടായില്ല എന്നത് തന്നെ. തൊപ്പി റേറ്റ് ദിസ് വർക്ക് ഔട്ട് ഓഫ് 10. Nigat. Toppy has very good jawline and hollow cheeks. Toppy has white and symmetrical teeth. Toppy is about 5'11". He is tall. 5'11" ഞാൻ 6'1" ഞാൻ 9 പോലെ. ഞാൻ 6 ഞാൻ 6 അടി പൊക്ക പുണ്ടച്ചി കണ്ട 5'11" മൈര. ഞാൻ 5'11". ഞാൻ 150 190 സെന്റിമീറ്റർ 150 ചില്ലറ സെന്റിമീറ്റർ. Toppy has low body fat percentage and no muscular development. He is skinny. Toppy has very good hairline, but the wig is very bad. Toppy is overall 8.5 out of 10. പുണ്ടച്ചി മോനെ ഇത് റിയലാ വിഗ്ഗാ? ഞാൻ ഗെയിമിൽ കത്തി 9 മോനെ കാട്ട്. നിഗാദ് എന്റെ മൈര റേസിസ്റ്റ് പുണ്ടച്ചി. നിഗാദ് ഒറ്റയ്ക്ക് വന്ന മല മൈര ഇതെന്തുവാടാ ചെളി കിടന്നുരുന്നേ? എടുക്ക് എല്ലാരും ഫോട്ടോ എടുക്ക്. രവി മർസൂറിന്റെ അടുത്ത പടത്തിന്റെ പ്രൊമോഷനാണ്. ഞാൻ ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. പടത്തിന്റെ പേര് സലാർ 2. കാറി നിറങ്ങടാ കരിങ്കുണ്ടി. മുളക് ഞാൻ തിന്നാൻ പോവാ. ഈ പറിവെള്ളത്തിൽ ഒന്ന് മുക്കട്ടെ. കൊള്ളാം കിടുവരി വരികളെ. കുഴപ്പമില്ല. കൊതം കത്തുന്നേ. കഴപ്പ് കൂടി വരുന്നു. എന്റെ കഴപ്പ് മാറാൻ ഇത് കുറച്ചുകൂടെ മുളക് വാരത്തില്ല. ഇതുകൂടെ തിന്നുമ്പോ എന്റെ കഴയൊക്കെ മാറും. കോത്തിയത് തീ വന്നു. ഒരു JCB വിളിച്ചോണ്ട് വാടാ. കുറച്ച് മണലൂടെ ഇട്ട് മിക്സ് ചെയ്യാം. ഇപ്പൊ സോഫ്റ്റ് ആവും. അപ്പിയിലെ ബാക്ടീരിയ എല്ലാം ചവാൻ വേണ്ടിട്ട് വിമ്മ്. ഇനി ഇതെല്ലാം കൂടെ പെരട്ടിക്കുഴച്ച് അപ്പിയിടലിയാക്കണം. നല്ല ചുഖമുണ്ട് ഇങ്ങനെ വരുത്തുമ്പോ. ചേട്ടാ ഒരു സ്പൂൺ വയറ്റിളക്കം. മൈരപ്പി വെന്തില്ല. ഇവ ഇടക്കിടക്ക് ഒരു സൗണ്ട് ഉണ്ടാക്കോടാ. ഇവ